9ാം ക്ലാസ് 8ാം ക്ലാസ് പരുവത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങൾക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ടീനേജിലേക്ക് വളരുന്ന സമയത്ത് പാരൻസിനും അത്തരമൊരു വിദ്യാഭ്യാസം ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. അത് കൊടുക്കാൻ കഴിയുന്നൊരു സംവിധാനം നിലവിൽ നമുക്കുണ്ടോ? അല്ല, അത്തരത്തിലൊരു ലൈംഗിക വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളെ, അതായത് ആ പരുവത്തിലേക്ക് കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് നമ്മൾ അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം? തീർച്ചയായിട്ടും പേരൻസ് എങ്ങനെ കുഞ്ഞുങ്ങളോട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചത്. അതായത് ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്കൊക്കെ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മാനസികമായ വളർച്ച തുടങ്ങുന്നത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ല. ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയപ്പെടുന്നത്, ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ രൂപപ്പെടുന്നത്, മാതാപിതാക്കൾ തിരിച്ചറിയപ്പെടുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ രൂപപ്പെടുന്നത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ല. അപ്പോൾ അയാളുടെ ഏറ്റവും ചെറിയ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ ഇപ്പോൾ ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ആ ഇഷ്ടങ്ങൾ രൂപപ്പെട്ട് അത് വളർന്നു വരുന്ന ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ പറയപ്പെടുന്ന കുഞ്ഞുങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിൽ നമ്മൾ ഈ പറയപ്പെടുന്ന ഒരു കുഞ്ഞുങ്ങളല്ലേ എന്ന് കരുതി പലപ്പോഴും ആ കുഞ്ഞുങ്ങളെ എത്രയോ പേരൻസ് കുഞ്ഞുങ്ങൾ വീട്ടിലിപ്പോൾ 2 പേരും വർക്കിംഗ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് പേരൻസ് 2 ആളും വർക്കിംഗ് ആയിരിക്കും. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായിരിക്കുക, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായിരിക്കുക ഒരു പക്ഷേ വീട്ടിലെ സെർവൻറ്റുമായിട്ട് മാത്രമായിരിക്കും. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് തൻ്റെ കുട്ടിയുടെ ഇഷ്ടമെന്ന് പോലും ഇന്നത്തെ പേരൻസിന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അത് അവർ പിന്നീട് തിരിച്ചറിയപ്പെടുന്നത് ഈ കുട്ടികൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് അവരുടെ ഒരു കൗമാര പ്രായത്തിൻ്റെ പീക്ക് സ്റ്റേജാണ്. ആ സ്റ്റേജിലാണ് ഈ മാതാപിതാക്കൾ തിരിച്ചറിയപ്പെടുന്നത് എന്താണ് തൻ്റെ കുട്ടിയുടെ ഇഷ്ടമെന്നും അനിഷ്ടമെന്നും തിരിച്ചറിയുന്നത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അന്തരം വളർന്ന് രൂപപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞ ആ അന്തരത്തെ പിന്നീട് ഫോഴ്സ്ഫുള്ളിയാണ് മാതാപിതാക്കൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഫോഴ്സ്ഫുള്ളി തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പിടിവാശി ഉണ്ടാകുന്ന കാലഘട്ടം നമ്മുടെ കൗമാര കാലഘട്ടമാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു യുവത്വത്തിലേക്ക് വളർന്നു വരുമ്പോൾ കുറച്ചുകൂടി മെച്യൂർഡ് ആവുന്നു. നമുക്ക് തെറ്റേതാണെന്നും ശരിയേതാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു പ്രായത്തിലേക്ക് നമ്മൾ എത്തുന്നു. അതിനപ്പുറത്തേക്ക് അതിനൊക്കെ മുമ്പ് ഏറ്റവും കൂടുതൽ വാശിയുള്ള കാലഘട്ടം കുട്ടികൾക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ കൗമാര കാലഘട്ടമാണ്. ആ കൗമാര കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ നമ്മൾ തിരുത്താൻ പോകുന്നതാണ്. നേരത്തെ വേണമെന്നുള്ളതാണ്. തുടർച്ചയായി പാരന്റിങ്ങിന്റെ കാര്യം സംസാരിച്ചത് കൊണ്ട് പ്രേക്ഷകരും മറ്റുള്ളവരും എല്ലാവരും അറിയാൻ വേണ്ടി ഒരു കാര്യം വ്യക്തതയോട് പറയുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടല്ല പാരന്റിങ്ങിന്റെ പ്രശ്നം പറഞ്ഞത്. അതായത് നമുക്കാണ് തിരുത്താൻ കഴിയുന്നത്, നമുക്ക് മാത്രമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക്, ഈ പറയുന്ന ജനറേഷനിലുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾ വിവേചന ബുദ്ധിയോടെ പെരുമാറണം എന്ന നിലയ്ക്ക് പറയാനുള്ള ധാർമ്മികമായ സാഹചര്യം പോലും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾക്കാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളെ കുറച്ചുകൂടി നവീകരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ പാരന്റിങ്ങിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മുഴുവൻ മാതാപിതാക്കളെയും ഉദ്ദേശിച്ചല്ല, കുഞ്ഞുങ്ങളെയും ഉദ്ദേശിച്ചല്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നത് ഉറപ്പിച്ചും ആവർത്തിച്ചും പറയുന്നു.